ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വാലയായി ഉയരുമ്പോൾ അത് പദപ്രയോഗങ്ങളായി വചനാമൃതുകളായി പുറത്തേക്ക് ശ്രവിക്കും, സ്വാഭാവികമാണ്. ഇതുപോലെ ഒരു റബീഉൽ അവ്വലിൽ 40 ആണ്ട് മുമ്പ് നമ്മുടെ ആദരണീയരായ ഗുരുനാഥർ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സല്ലാപം നടത്തിക്കൊണ്ട് മൊഴിഞ്ഞ ഒരു മഹത്തായ ഗീതമുണ്ട്. വസന്തഗീതങ്ങളാണ് അവ മുഴുവൻ. ഉളിമത് ഫീ ഹശാ മുഹിബ്ബിക നാറുൻ നിഅമത്തിൻ നാറു വനിഅമൽ വുഖൂദു. സൂഫി ഗുരുനാഥന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മസ്പർശത്തോടുകൂടി അനുഭവിച്ച് ആസ്വദിക്കുന്നവരാണ്. അവര് ചരിത്രത്തിലെ അക്ഷരങ്ങളിലൂടെയല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചത്, പ്രമാണങ്ങളുടെ പുറം വായനയിലുമല്ല അവര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞത്. അള്ളാഹുവിൻ്റെ കൃപയാൽ ആദരവായ റസൂലുള്ളാഹി മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കുകയാണ്. അവിടുത്തെ അത്യുന്നതമായ മഹത്വത്തിൽ നിന്നും ഓരോ ആത്മീയ ഗുരുവും അർഹിക്കുന്ന അളവിലുള്ള ആധ്യാത്മിക തിരിച്ചറിവുകൾ, മഅരിഫത്തുകൾ, അൽ ഹഖീഖത്തുൽ മുഹമ്മദിയയുടെ പരമ്പൊരുളുകൾ അത് കൽബിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ നിന്നുള്ള വിഹിതം അവര് സാധകരിലേക്ക്, ശിഷ്യഗണങ്ങളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കും. അത്തരം ഒരു ആധ്യാത്മികമായ സംസ്കൃതിയുടെ ലോകത്ത് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്ര പുരുഷനിൽ നിന്ന് മാറി നമ്മുടെ കൽബകത്ത് ജീവിക്കുന്ന വെളിച്ചത്തിൻ്റെ, ജ്വാലയുടെ, ഒളിവിൻ്റെ അഭയസങ്കേതമായി മാറുന്നത്. അത് ഉള്ളിലാണ് കത്തിജ്വലിക്കേണ്ടത്. അപ്പോഴ് പുറത്തേക്ക് പ്രവഹിക്കും ചിലതെല്ലാം കവിതയായി കവിഞ്ഞൊഴുകും. വഇന്നാ ഖുലൂബൽ ആശിഖീന മസാകിനുൻ വഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൗമൻ യസ്കുനു. പ്രണയാഭിരാമത്താൽ നിറഞ്ഞു നിൽക്കുന്ന ആശിഖീങ്ങളുടെ കൽബുകൾ പാർപ്പിട സങ്കേതങ്ങളാണ്, അത് മസാഖിനുകളാണ്. അതിൽ വസിക്കുന്നത് ആദരവായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തെങ്കിലും കേൾക്കുമ്പോൾ കടന്നു വരികയല്ല ആ സ്നേഹം. വഫീഹാ റസൂലുള്ളാഹി ദൗമൻ യസ്കുനു. തിരുനബിയാകുന്ന ആ മഹബത്തിന്റെ മുത്ത്, അള്ളാഹുവിന്റെ നൂറായ സത്ത്, അത് മുഅ്മിനിന്റെ, ആശിഖിന്റെ കൽബകത്ത് സ്ഥിരമായി പാർക്കുകയാണ്, താമസിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്നേഹത്തോടെ വസിക്കുവാൻ പര്യാപ്തമായ മസാഖിനുകളായി, പാർപ്പിട ഗേഹങ്ങളായി നമ്മുടെ കൽബകങ്ങൾ സംസ്കൃതമാകുമ്പോൾ, പാകപ്പെടുമ്പോൾ നമുക്ക് ആ പ്രേമത്തിൻ്റെ തീജ്വാല മധുരമായി ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഗുരുനാഥൻ പാടിയത് ഉളിമത് ഫീ ഹശാ മുഹിബ്ബിക നാറുൻ നിഅമത്തിൻ നാറു വനിഅമൽ വുഖൂദു. ഓ പ്രവാചക പുങ്കവരെ, നായക പ്രഭുവായിട്ടുള്ള പ്രിയപ്പെട്ട സയ്യിദി യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രേമികന്റെ, മുഹിബിന്റെ കൽബകത്തിന്റെ അന്തരാളങ്ങളിൽ പ്രണയാഗ്നി കത്തിജ്വലിക്കപ്പെട്ടിരിക്കുന്നു.
ഉളുരിമത്, കത്തിജ്വലിക്കപ്പെടുകയാണ്. അത് താനായിട്ട് കത്തിച്ചെടുത്തതൊന്നുമല്ല, ഇലാഹിയായ അനുഗ്രഹ നിയോഗം കൊണ്ട് അല്ലാഹു തആല കടാക്ഷിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. ഉളുരിമത്, പ്രണയാഗ്നി കത്തിജ്വലിക്കുകയാണ്. ഫീ ഹശാ മുഹിബ്ബിക നാറുൻ, അങ്ങയുടെ മുഹിബിന്റെ, അങ്ങയുടെ പ്രിയപ്പെട്ട മുഹിബ് സാധകനായി തീരാൻ മുൻപോട്ട് വെമ്പുന്ന എന്റെ കൽബകം അന്തരാളങ്ങളിൽ നാറുൻ, പ്രണയാഗ്നി കത്തിജ്വലിക്കുകയാണ്. ഇത് ആത്മാർത്ഥമായി സത്യസന്ധമായി പറയാൻ, അനുഭവമായി പറയാൻ കഴിയണമെങ്കിൽ ആ അവസ്ഥ ഹാലായി പ്രാപിക്കണം. അള്ളാഹുവിന്റെ കനിവ് കൊണ്ട് അതുണ്ടായിത്തീരണം. ഉളുരിമത്ത് ഫീ ഹശാ മുഹിബ്ബിക നാറുൻ, ആ പ്രണയാഗ്നി എങ്ങനെയാണ് കത്തിജ്വലിക്കാൻ കാരണമായത്? നിഅമത്തിന്നാറു വനിഅമൽ വഖൂദു, അത് കത്തിജ്വലിക്കുവാൻ കാരണമായ ഇന്ധനം അത് വളരെ മുന്തിയതാണ്. അതുകൊണ്ട് തന്നെ കത്തിജ്വലിക്കുന്ന പ്രണയാഗ്നിയും അതിമനോഹരമാണ്, മഹത്തായതാണ്. അതെ, ഇന്ധനം ഏതാണ്? ആധ്യാത്മ ഗുരുഭൂതന്മാരുടെ ഖൽബിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന മഅരിഫത്തിന്റെ, ഹഖീഖത്തിന്റെ, മഹബ്ബത്തിന്റെ ആ ജ്വാല, ആ ഒളിവ്, ആ പ്രകാശം, അതിന്റെ ഇന്ധനം മറ്റൊന്നുമല്ല, ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തന്നെയാണ്. സൈതൂനത്തുൻ സൈതുഹാ ഫീ കുല്ലി മിഷ്കാത്തിൻ വനഫ്സത റൂഹി യാ സിറൽ മുറാദാത്തി എന്ന് ഗുരുഭൂതർ മറ്റൊരു വേള പാടിയിട്ടുണ്ടല്ലോ. സൈതൂനത്തുൻ, ആ ഒലീവെണ്ണ, സൈതുഹ, അതിന്റെ എണ്ണ, ഫീ കുല്ലി മിഷ്കാത്തിൻ, എല്ലാ വിളക്കുമാടങ്ങളിലും കത്തിജ്വലിക്കാനുള്ള ഇന്ധനമായി വർത്തിക്കുന്നു. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയുടെ നൂറും മിൻ നൂരില്ലാഹി, ആ പ്രകാശജ്വാല. ഇതിനെ ശാസ്ത്രീയമായും ബുദ്ധിപരമായും നമുക്ക് വിലയിരുത്തിയാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാകും. ഉളുരിമത് ഫീ ഹശാ മുഹിബ്ബിക നാറുൻ നിഅമത്തിൻ നാറു വനിഅമൽ വഖൂദു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങള്, സുന്നത്തിലെ മൊഴികള്, മഹാന്മാരായ ഗുരുനാഥന്മാരുടെ വരികള്, കവിതകള്, ഇതെല്ലാം നാം കേൾക്കുന്നു. പലപ്പോഴും പ്രത്യേകമായ ഒരു ചലനവും കൽബകത്തുണ്ടാകുന്നില്ല, ശരീരരൂപഭാവത്തിൽ മാറ്റം വരുന്നില്ല, തീരെ പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ല. പലർക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയെ പ്രകീർത്തിച്ച പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളോ തിരുസുന്നത്തിലെ മൊഴികളോ മഹാന്മാരുടെ ഗീതങ്ങളോ ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ഒരു ആസ്വാദനം പോലും ഉണ്ടാകുന്നില്ല. ദുഃഖകരമാണ്. വേറെ ചിലർക്ക് അരോചകമായി തോന്നുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഹഫ്ളനാ. എന്നാൽ ഇത് എപ്പോഴാണ് സംജാതമാവുക? ഏത് സന്ദർഭം ഉണരുമ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രണയാഗ്നിയായി കൽബകത്തിന്റെ അന്തരാളത്തിൽ കത്തിജ്വലിക്കുക? അല്ലാഹുമ്മ ആമീൻ. ആ മഹത്തരമായ അവസ്ഥയെ കാമിക്കുന്നു, ആശിക്കുന്നു നമ്മൾ. അതിനൊക്കെ സഹായകമായ വഴികൾ നമുക്ക് തുറന്നു കിട്ടണം. സദ്ഗുരുക്കന്മാർ ഇതൊക്കെ ചൊല്ലുമ്പോഴും പറയുമ്പോഴും അവര് അനുഭവിച്ച അനുഭൂതിയാണ് അവരയവിറക്കുന്നത്. ഹൈസു അസ്സ ശുഹൂദു ത്വാബ ശുഹൂദി. ഈ ഗുരുനാഥരുടെ വരിയാണത്. ഹൈസു അസ്സ ശുഹൂദു ത്വാബ ശുഹൂദി യാ അലിയൽ ജനാബി സഹ ശുഹൂദു. അമൂല്യമായ സന്ദർഭമാണത്.
അവർണ്ണനീയമായ നിമിത്തങ്ങളും നിമിഷങ്ങളുമാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാനുഭാവത്തിലൂടെ കണ്ടാസ്വദിക്കുന്ന രംഗം. ഇതിനൊക്കെ ഉണ്ടായ കാരണം എന്താണ്? പ്രണയാഗ്നി കൽബകത്ത് കത്തിജ്വലിക്കുകയാണ്. അത് കടന്നു വന്നതും എവിടെ നിന്നാണ്? ആദരവായ റസൂലുള്ളാഹിയിൽ നിന്നു തന്നെയാണ്. നിഅമത്തിന്നാറു വനിഅമൽ വഖൂദു, ഇന്ധനം വളരെ നല്ല ഇന്ധനമായി വർത്തിച്ചു. അത് പരിശുദ്ധമായ അഗ്നിജ്വാലയായി കൽബിന്റെ അന്തരാളങ്ങളിൽ ജ്വലിച്ചുയർന്നു. അതെ, നമുക്കറിയാം, ചരിത്രപരമായ ഒരു വായന കൊണ്ടോ ബാഹ്യമായ ഉപരിപ്ലവമായ കുറെ അറിവുകൾ കൊണ്ടോ ഈ പ്രണയം മഹബ്ബത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തിപ്പെടുന്നില്ല. അതെല്ലാം നല്ല കാരണങ്ങളായി വർത്തിക്കും. നിമിഷം കടന്നു വരുമ്പോൾ അത് സാക്ഷാത്കരിക്കാനും കഴിയും. അതിന് ചൂട്ട് പിടിച്ചു തരാൻ, പ്രകാശത്തെ കൊളുത്തിത്തരാൻ ഒരു മിസ്ബാഹ് വേണം. വസിറാജം മുനീറ, ആ കത്തിജ്വലിക്കുന്ന പ്രകാശത്തെ പ്രഭയെ പരത്തുന്ന ആ സിറാജിൽ നിന്ന്, ആ വിളക്കിൽ നിന്ന് കത്തിച്ചെടുക്കാനുള്ള ഒരു സൗഭാഗ്യം നിയോഗമായി ഉണ്ടാകണം. നിമിഷങ്ങൾ കടന്നു വരണം. ചരിത്രപരമായ അറിവുകൾ വായനയിലൂടെ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഉപരിപ്ലവമായി പ്രസംഗിക്കുന്ന കുറെ ശബ്ദങ്ങൾ, അതെല്ലാം നാം വീണ്ടും പറയുന്നു നിമിത്തങ്ങളാണ്. നന്മയിലേക്കുള്ള കുതിപ്പുകളായി അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് പൂവണിയും. നമുക്കറിയാം, നല്ലപോലെ ചൂടുള്ള, പഴുപ്പിച്ച് മാറ്റുന്ന സംസ്കരണ പ്രക്രിയകൾ നടക്കുമ്പോഴാണ് ഏതൊരു സാധനവും അതിന്റെ തനിമയിലേക്ക് പുറത്തേക്ക് വരിക. അത്തറും നമ്മുടെ മുദ്രാവാക്യാണ്. 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് ഗ്രാമിന്റെ വില. അമൂല്യമായ റുദിന്റെ അത്തർ, ഏറ്റവും മുന്തിയ സുഗന്ധമാണത്. പക്ഷേ ഈ ഉഴുതിന്റെ മരക്കഷ്ണത്തിന്റെ അടുത്ത് പോയാലോ, അതിനെ വളർത്തുന്ന ഉഴുതിന്റെ കൃഷിത്തോട്ടത്തിൽ പോയാലോ അത് തീരെ സുഗന്ധമായി അനുഭവപ്പെടുകയില്ല. അസാമില്, ത്രിപുരയില്, വിയറ്റ്നാമിലൊക്കെ, താഷ്കൻഡിലൊക്കെ നിരവധി തോട്ടങ്ങളുണ്ട്. ഉഴുത് മരങ്ങളുടെ വലിയ വലിയ തോട്ടങ്ങൾ. വലിയ ഉയരത്തിൽ വളരുന്ന വലിയ ചെടിയാണ് ഉഴുത്. ആ തോട്ടത്തിൽ പോയി വർഷങ്ങൾ തപസ്സിരുന്നാലും ഉഴുതിന്റെ സുഗന്ധം തീരെ ലഭിക്കുകയില്ല. സാധാരണ ഉഴുതിന്റെ മരത്തിന് പ്രത്യേകമായ സുഗന്ധവും നൽകാൻ കഴിയില്ല. ലക്ഷങ്ങളുടെ വിലമതിക്കാനാകാത്ത സുഗന്ധമായി ഉഴുതിന്റെ തടികൾ മാറുന്നത് എപ്പോഴാണ്? അതെ, അതിന് റബ്ബാനിയായ ചില സംവിധാനങ്ങൾ, അത് പക്ഷേ ആർട്ടിഫിഷ്യലായി മനുഷ്യർക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു. ഉഴുതിന്റെ മരം അതിന് വെറുതെ സുഗന്ധം തരാൻ കഴിയില്ല. ഒന്നുകിൽ പരിക്കേൽപ്പിക്കണം, ഫംഗസുകൾ ആ മരത്തിൽ, ചെടിയിൽ വളരണം. അത് ശാസ്ത്രീയമായി ആ ഫംഗസുകൾ കൃത്രിമമായി നിർമ്മിക്കാൻ ഇന്ന് ശാസ്ത്രലോകം പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഉഴുതെന്ന മരത്തിന്റെ തോട്ടത്തിലൂടെ പോയതുകൊണ്ട് പ്രവാചക ചരിത്രത്തിന്റെ പുസ്തകത്തിലൂടെ വായന പോലെയൊക്കെ ആയിരിക്കും. ചില ആളുകൾക്ക് കൽബകം പാകപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും ആ ചരിത്ര വായന ആസ്വാദനമായി തീരും, മഹബത്തിന്റെ പ്രകാശനമായി വളരും. അല്ലാഹുമ്മ ആമീൻ. അല്ലെങ്കിലോ ഉഴുതിന്റെ ഉദ്യാനത്തിലൂടെ നടക്കുന്നവരെ പോലെയാണ്. പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഉണ്ടാവുകയില്ല. എന്നാൽ ഫംഗസ് ബാധിക്കുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുകയോ ചെയ്ത ഉഴുതിന്റെ തടികൾ പ്രത്യേകമായ സംസ്കരണത്തിന് വിധേയമാക്കണം. അത് കത്തിച്ച് പഴുപ്പിച്ച് ചൂടാക്കുമ്പോഴാണ് ആ ഉണങ്ങിയ ഉഴുതിന്റെ കഷ്ണങ്ങളിൽ നിന്ന് പുക പടലങ്ങൾ വരുന്നത്.
അപ്പോഴാണത് സുഗന്ധമായി നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെയാണ് കേവല അറിവുകളും ചരിത്ര വായനയും ഒന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ സുഗന്ധത്തിന്റെ പരിമളം അത് സുഗന്ധമായി നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ കൽബകത്ത് ചില സംസ്കരണങ്ങൾ നടത്തണം. അതിന് അനുമതിയുള്ള അർഹരായ ആളുകൾ നമ്മുടെ കൽബിലേക്ക് ആ പ്രകാശം ചൊരിഞ്ഞു തരുമ്പോഴാണ് നമ്മുടെ കൽബ് ആക്റ്റീവ് ആകുന്നത്. എല്ലാം അങ്ങനെയാണ്. കരി നൂറ്റാണ്ടുകൾ മണ്ണിനടിയിൽ കിടന്ന് ചൂടും താപവും ഏറ്റ് പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക് ഉയരുമ്പോഴാണ് വെറും മരത്തിന്റെ കരികൾ വജ്രമായി മാറുന്നത്. സംസ്കരണം വേണം അവിടെയൊക്കെ, തസ്കിയത്ത് വേണം. കളിമണ്ണ് കൊണ്ട് നാം ഒരു കലാവസ്തു അല്ലെങ്കിൽ ഒരു പാത്രം ഉണ്ടാക്കിയാൽ കളിമണ്ണ് മാത്രമായി അത് തുടർന്നാൽ വെള്ളമൊഴിച്ചാൽ അത് ജീർണിച്ചു പോകും. എന്നാൽ ആ കളിമണ്ണിനെ പ്രത്യേകമായ മൂശയിലിട്ട് വാർത്ത് അതിനെ ചൂട് പിടിപ്പിച്ച് ഉന്നതമായ അളവിൽ അഗ്നി കൊണ്ട് അതിനെ ഉയർത്തിയെടുത്താൽ നല്ല മൺപാത്രങ്ങളായി മാറും. പിന്നെ അത് വെള്ളമൊഴിക്കാൻ പറ്റുന്ന പാത്രമായി ഉയരും. ഇവിടെയും സംസ്കരണം നടക്കണം. സ്വർണഖനികൾ നമുക്കറിയാം, നിരവധിയുണ്ട് ഭൂമിയിൽ. ഈ സ്വർണത്തിന്റെ അയിരുകൾ സ്വർണഖനികളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ സംശുദ്ധമായ സ്വർണമല്ല ലഭിക്കുന്നത്. അതിൽ കുറെ അയിരുകളും കുറെ മാലിന്യങ്ങളുമുണ്ട്. അതിശക്തമായ സംസ്കരണത്തിന് വിധേയമാക്കണം. ഉലയിലിട്ട് നന്നായി ജ്വലിപ്പിക്കണം. അപ്പോഴാണ് സ്വർണം തിളക്കമുള്ളതായി പുറത്തേക്ക് വരുന്നത്. അതെ, ഇതാണ് മഹാഗുരുനാഥർ പറഞ്ഞ നിഅമത്തിന്നാറു വനിഅമൽ വഖൂദു. ഈ സംസ്കരണത്തിന് ഇന്ധനം ലഭിക്കണം. അത് അള്ളാഹു കനിഞ്ഞു നൽകണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. അങ്ങനെയുള്ള ആ ഇന്ധനം കൽബകത്തേക്ക് ഏത് നിമിഷത്തിലാണോ പകർന്ന് ലഭിക്കുന്നത്, നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖുലൂബി മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരുടെ കൽബകങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊടുത്ത്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരുടെ കൽബകങ്ങളിലേക്ക് പകർന്നു കൊടുത്ത്, അങ്ങനെയുള്ള ഒരു ഒളിവ്, ഒരു തേജസ്, ഒരു പ്രകാശം, അതാണ് ഈമാനും മഹബത്തും ഒക്കെ. അത് അവിടെ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, സ്രോതസ്സിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ കൽബിലേക്ക് ലഭിച്ചു കിട്ടണം. അല്ലാഹുമ്മ ആമീൻ. നമുക്കൊക്കെ ആശിക്കാം, പ്രാർത്ഥിക്കാം. ആ നിയോഗത്തിലേക്ക് അടുക്കാനുള്ള ആഗ്രഹവുമായി നടന്നാൽ നമ്മുടെ നല്ല നിയ്യത്ത്, നല്ല ഉദ്ദേശം, നല്ല ലക്ഷ്യബോധം, അതിനുവേണ്ടിയുള്ള അന്വേഷണവും പ്രയത്നവും സഫലമായി തീരും. യഥാർത്ഥത്തിൽ അവിടെ അന്വേഷണത്തിന് പോലും വലിയ പ്രസക്തിയൊന്നുമില്ല. അള്ളാഹുവിന്റെ നിയോഗ ഭാഗ്യം കൊണ്ട് അത് കടന്നു വരേണ്ടതാണ്. ഫീ ഹശാ മുഹിബ്ബിക നാറുൻ നിഅമത്തിന്നാറു വനിഅമൽ വഖൂദു. ഈ മുഹിബിന്റെ കൽബകത്തിനുള്ളിൽ പ്രണയാഗ്നി ജ്വലിക്കുകയാണ് തിരുനബിയെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധിച്ചുകൊണ്ട് പറയുമ്പോൾ തിരുനബിയിലൂടെ പകർന്നു ലഭിച്ച ആ ഇന്ധനം നൂറുൻ അലാ നൂർ ആയി വർത്തിക്കണം. അത് നൂറാണ്. ആ നൂറിന്മേൽ നൂറായി ഒരു മുഅ്മിനിന്റെ കൽബകത്ത് ജ്വലിക്കുമ്പോഴാണ് ഉളിമത് ഫീ ഹശാ മുഹിബ്ബിക നാറുൻ നിഅമത്തിന്നാറു വനിഅമൽ വഖൂദു. നമ്മളൊക്കെ പലപ്പോഴും കാരിരുമ്പുകളെ പോലെ കിടക്കുകയാണ്. വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ താപം തട്ടി ഈ ഇരുമ്പ് കുറെ കാലം അങ്ങനെ നടന്നാൽ തുരുമ്പ് പിടിക്കും. ആ ഇരുമ്പിന് ഒന്നും കൊള്ളാത്തതായി മാറും. പിന്നീട് അത് ദ്രവിക്കും. കടൽക്കരയിൽ കുറച്ചു കാലം ഇരുമ്പ് കൊണ്ടുപോയി വെച്ചാലോ പറയുകയും വേണ്ട. ഇതാണ് നമ്മുടെയൊക്കെ കൽബിന്റെ അവസ്ഥ. ഒന്നുകിൽ വെള്ളത്തിൽ കിടക്കുന്നു,
അല്ലെങ്കിൽ കടലോരത്ത് അന്തരീക്ഷത്തിന്റെ ഇരുമ്പിന് പറ്റാത്ത പലതും കടന്നു വരുന്നു. അതോടുകൂടി തുരുമ്പെടുത്ത് ഈ ഇരുമ്പ് മരത്തിന്റെ പോലും ഉറപ്പിന് പറ്റാത്തതായി മാറുന്നു. എന്നാൽ അതേ ഇരുമ്പിനെ അഗ്നിജ്വാലയിലിട്ട് പഴുപ്പിച്ചെടുത്താലോ ഇഷ്ടമുള്ള രൂപത്തിൽ പരുവത്തിൽ അത് ഖഡ്ഗമാക്കി മാറ്റാം, കത്തിയാക്കി മാറ്റാം, ഇഷ്ടമുള്ള ഉപകരണമായി അത് പരിവർത്തിപ്പിക്കപ്പെടും. എന്ത് മൂലകങ്ങളെയും അടിസ്ഥാന വസ്തുക്കളെയും സംസ്കരണത്തിന് വിധേയമാക്കുമ്പോഴാണ് അമൂല്യമായി മാറുന്നത്, നിലവാരമുള്ളതായി പരിവർത്തിപ്പിക്കപ്പെടുന്നത് എങ്കിൽ മനുഷ്യന്റെ കൽബകം അടിസ്ഥാനപരമായി അല്ലാഹു തആല അവന്റെ നൂറാനിയ്യത്ത് കൊണ്ട് തിളക്കം തന്നതാണ്. അതിന്റെ ജ്വാല ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി എന്ന സിറാജം മുനീറായ പുന്നാര ഹബീബിനെ കൽബകത്തേക്ക് വെച്ചു തന്നിട്ടുമുണ്ട്. അടിസ്ഥാനപരമായി വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, ഇത് പുറത്തു നിന്നല്ല അകത്തുള്ളതാണെന്ന്, ഇൻബിൽഡ് ആണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്. എന്നാൽ എവിടെയോ ഉറങ്ങിക്കിടന്ന ഇരുമ്പ് പോലെ, എവിടെയോ കാട്ടിൽ കിടക്കുന്ന ഉഴുത് മരം പോലെ അങ്ങനെ അവിടെ കിടന്നാൽ ഒരു സംസ്കരണത്തിനും വിധേയമാകാതെ ഉപേക്ഷിക്കപ്പെട്ടാൽ സുഗന്ധം ലഭിക്കില്ല, കരി വജ്രമായി മാറില്ല, ഇരുമ്പ് ആയുധങ്ങളായി പരിവർത്തിപ്പിക്കപ്പെടുകയില്ല. എന്തിനധികം നമ്മളൊക്കെ പാല് പോലെയാണ്. കുറച്ച് സമയം എവിടെയെങ്കിലും കിടന്നാൽ അത് കേടായി പോകും. പാല് കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ പാലായി പുറത്തു നിൽക്കുകയുള്ളൂ. അത് കേടുവന്നാൽ ദുർഗന്ധമാണ്, അത് പിന്നീട് ആഹരിക്കാൻ പറ്റില്ല. എന്നാൽ ഇതേ പാലിനെ തൈരായി, മോരായി, നെയ്യായി മാറ്റുക എന്ന പ്രക്രിയയുണ്ട്. ഈ പാലിനെ തന്നെ ഒരൽപ്പം ചേർക്കേണ്ടത് ചേർത്ത് അതിനെ നല്ലപോലെ കടയണം. അതിലേക്ക് ആവശ്യമുള്ളതിനെ പകർന്നു കൊടുത്ത് പിന്നെ നന്നായി കടയണം. എന്നിട്ട് ചൂടാക്കി എടുത്താൽ അത് നെയ്യായി മാറുന്നു. സുഗന്ധമാണ്, ഔഷധമാണ്, എത്ര ദിവസവും സൂക്ഷിക്കാം. ഇവിടെ പാലാകുന്ന നമ്മയൊക്കെ പാല് തന്നെ ആകട്ടെ എല്ലാവരും, എന്നാൽ അതിനെ കടഞ്ഞെടുക്കാൻ ഒരു ഗുരു വേണം, അതിലേക്ക് പകർന്നു കൊടുക്കാൻ ഒരു നൂറാനിയ്യത്ത് വേണം. അങ്ങനെ വരുമ്പോൾ വെണ്ണയായി, നെയ്യായി, ആർക്കും ഔഷധമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടും. അതെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആശയം ഒളിപ്പിച്ചു വെച്ച വരികളിലൂടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയെ പ്രകീർത്തിക്കുമ്പോൾ അത് മധുരമാണ്. ഭാഷ വളരെ ഭംഗിയുള്ളതാണ്, ആശയം വളരെയേറെ മേന്മയുള്ളതാണ്. എന്നാൽ അതിൽ നിന്നും പ്രവഹിക്കുന്ന നൂറാനിയ്യത്ത്, അസ്റാറുകൾ, മദദ് അതിലേറെ മഹത്വം നിറഞ്ഞതുമാണ്. ഇവിടെ ഭാഷയും ഭംഗിയാവണം, ആശയവും മേന്മയുള്ളതാകണം. അതിലുമൊക്കെ അപ്പുറം അതിനകത്ത് നിന്ന് പ്രവഹിക്കുന്ന അൻവാറുകൾ, അസ്റാറുകൾ കാമ്പും സത്തും നിറഞ്ഞതാകണം. ഇതെല്ലാമുള്ള വരികൾ മധുരമാണ്, സുഗന്ധമാണ്. മുഹിബ്ബീങ്ങളായ, ആശിഖീങ്ങളായ ആളുകളുടെ കൽബകങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താമസിപ്പിക്കാൻ, സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹപൂർവ്വം സ്വലാത്ത് സലാമിലൂടെയും അവിടുത്തെ തിരുസുന്നത്തിന്റെ അനുധാവനത്തിലൂടെയും പരിപാലിച്ചെടുക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ നബിയെ, തിരുനബിയെ, അങ്ങയുടെ മുഹിബിന്റെ കൽബകത്ത് അന്തരാളങ്ങളിൽ പ്രണയാഗ്നി കത്തിജ്വലിക്കുകയാണ്. അതിൽ നിന്ന് കത്തുന്ന പ്രകാശം, നൂറുൻ അലാ നൂർ, ആ പ്രകാശം ലോകത്തെ മുഴുവൻ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ്. അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.